guys, welcome back to B-Talks. Guys, അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് ഗസ് ദ മൂവി ക്യാരക്ടർ ചാലഞ്ച്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ക്രൂ നമുക്ക് ഇവിടെ കുറേ മൂവീസിലെ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പം നമ്മൾ ആദ്യം കൈ പൊക്കി ക്യാരക്ടറിന്റെ നെയിം പറയാം. വീഡിയോയിലേക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഇപ്പൊ തന്നെ ബെൽ ബട്ടൺ എല്ലാം എനേബിൾ ചെയ്തിടുക, നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. യെസ്, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. മണിയൻ. മാണിക്കൻ. മണികണ്ഠൻ. അല്ല അത് മാണിക്ക പറഞ്ഞ് പടിയില്ലാത്ത മാണിക്കനല്ലേ. മാണിക്ക കുറച്ച് കഞ്ഞീട് കിട്ടി. ആ ശരിയാ. അയ്യോ ബ്രോ ഫെയിലായല്ലോ. ഈ ബ്രോ ജയിച്ച്. മാണിക്യം. മണിയൻ. അയ്യോ മണിയനാ. അതെനിക്ക് ആദ്യം ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം മാവച്ചത് കണ്ടപ്പോ ഞാൻ പൊക്കിയതാണ്. -1 ബ്രോ. അയ്യോടാ. സോ ഗൈസ്, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ജെസി. മറിയം. പൊറിച്ചു മറിയം ജോസ് മണ്ട. ജെസ്സിന്ന് എവിടുന്ന് ജെസ്സി കിട്ടിയേ? പിന്നെ താണ്ടി വരുവേ. ജെസ്സി ഇന്ന് വിളിക്കുന്ന ഒരു ഓർമ്മ ജെസ്സി എന്നല്ല മറിയെന്നാണ്. വാൾമി. ഞാൻ പറഞ്ഞു ഇവൻ 3 ഞാൻ പറഞ്ഞു അതൊരു ഞാൻ പറഞ്ഞു ബോർഡ്. നെക്സ്റ്റ് വൺ. ആര്യ പ്രഭാകർ. ഗീത പ്രഭാകർ. ശരിയാ, ഗീത പ്രഭാകർ. ബ്രോയ്ക്കൊന്നും അറിയത്തില്ല. ബ്രോ ബ്രോയുടെ കോൺഫിഡൻസ് ഇട്ടൊരു കളിയില്ല. ബ്രോ ചുമ്മാ കൈപോക്കും അല്ലേ? ആദ്യമേ കൈപോക്കോ ചുമ്മാ എന്നാലും ആ കോൺഫിഡൻസ് ഇടൂല. ആ സത്യം പറഞ്ഞാൽ തെറ്റാണെങ്കിൽ ആ മുഖത്തുള്ള കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് ഊർജം. അമ്മു. അനു. ഏതെങ്കിലും മലയാളത്തിലേക്ക് കൊച്ചുകുട്ടികൾക്ക് അനു എന്നൊക്കെ പേരിടും. ഒന്നിങ്ങ അമ്മു അല്ല, അല്ലെങ്കിൽ ഒന്ന് അമ്മു, ഇല്ലെങ്കിൽ മാളു. അനു മറ്റു ഒന്നും ഉണ്ടാവില്ലേ? മാളു. പക്ഷെ അമ്മുവാണെന്ന് തോന്നുന്നു. അമ്മുക്കുട്ടി. മൈ നെയിം ഈസ് അമ്മുക്കുട്ടി. ജഗതി ചോദിക്കില്ല ഇംഗ്ലീഷിൽ എന്താ പറയാ? ഓർമ്മയില്ല. എല്ലാരും പൂജയായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ. ചാക്കോമാഷ്. ഇനി തിരിച്ചു വിടണ്ട, നമുക്കറിയാം. തേങ്ങ. ബ്രോ അപ്പൊ പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് എഡ്വിൻ ബിസിബിക്ക് ഒന്ന് ജക്ടോമൈമിക്ക് 0. ജക്ടോമൈമി കമോൺ. അപ്പുകുട്ടൻ. തോമസ് കുട്ടിയേ പതറാതെ വിട്ടടാ. പൊതുവാള്. ഞാൻ പൊക്കിയില്ല. അതന്നെ പൊതുവാള്. പൊതുവാള്. ബ്രോ എന്താ കൈവക്കാതെ ഇങ്ങനെ ഇരിക്കണേ? കാര്യമില്ല, നീ ഫസ്റ്റ് പൊക്കി. ബ്രോ ഫസ്റ്റ് നോക്കി പറഞ്ഞത് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാലും നിങ്ങൾ പറയണ്ടേ അതിലൊക്കെ നല്ലൊരു രസമുള്ളൂ. കോമ്പറ്റീഷൻ തന്നെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. കടലാസ്. കന്നാസ്. ഇല്ല, രണ്ടും പറഞ്ഞില്ലേ? രണ്ടിലേതിലും ഒരാൾക്ക് കിട്ടും. എനിക്ക് കടലാസാണ് ഓർപ്പണ? എനിക്കറിയില്ല, ഞാൻ കടലാസ് പറഞ്ഞേ. നീ കടലാസ് പറഞ്ഞേ. ഞാൻ കടലാസ് പറഞ്ഞേ. ഇല്ല. അയ്യോ മൈക്കിളാണ് ലാസ്റ്റ് കണ്ണാടി വെച്ചിട്ട് ഇവര് വരും. അയ്യോ വലിയ കഷ്ടമല്ലോ. ഇനി അത് കാണിച്ചേ. മൈക്കിളന്ന്. മുരളി. ജയൻ. അയ്യോ ഇത് അശോകന. ഇൻസൾട്ട് ആണ് മുരളി. ആൻസർ എന്നോട് വന്നൂടായിരുന്ന പറഞ്ഞൂടായിരുന്ന. അശോകൻ മുരളിയായിരുന്നു. ഭാസ്കര പൊതുവാൾ. പൊതുവാളല്ല. എനിക്ക് തോന്നുന്നത് ഇതാണ്. ഇത് സുരാജല്ലേ? സുധാകരക്കുറുപ്പാന്നാണ്. സുരാജല്ലേ ഇത്? പുള്ളി മറ്റേ അതിനകത്ത് ഇത് എഴുതുന്ന ഭഗീരഥൻ പിള്ള. തോന്നുന്നുണ്ട്. ഭാസ്കര പൊതുവാൾ. അവനെ തിരിച്ചുവിടാൻ നോക്കിയല്ലേ. നെക്സ്റ്റ് വൺ. ബാബു. നമ്മൾ പറഞ്ഞോ. തമ്പിയല്ലേ? ബാബു അല്ല. കൈവക്കി പറ തമ്പിയാണെങ്കിൽ. എന്തൊരു ഇതാണ്. എന്നെ തിരിക്കാൻ നോക്കണ്ട, ഞാൻ പറയില്ല. ഒന്നുമില്ല, അലക്സ് ആണത്. അലക്സ്. താൻ ബാബു എന്നല്ല പറഞ്ഞത്. പറയണ്ട. തിരിക്കാൻ നോക്കിയതല്ലേ. മനസ്സിലായി എനിക്ക്. നിന്റെ ഓവർ അഭിനയം കണ്ടോ മനസ്സിലായി എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് വൺ. അഭിരാമി. പറഞ്ഞ ഗായത്രി അഞ്ജലി അല്ല, അഭിരാമി തന്നെ. കാണിച്ച അഭിരാമി തന്നെ. സൂപ്പർ മച്ച്. നെക്സ്റ്റ് വൺ.
ആട് ഗോപൻ. ഗോപൻ. ഗോപു. പാഷ. കറക്റ്റാ. നെക്സ്റ്റ് വൺ. കേശു. കേശു. നീ പറ എന്നിട്ടാ. കേശു. മൂന്ന്. കേശു. രേവതി. എന്താ രേവതി? അതാ അവളുടെ പേരല്ലേ രേവതി. ആണോ? എന്താ പേര് നോക്കാം. എനിക്കറിയില്ല. ഞാനില്ല. നന്ദിനി, ജാനകി. നന്ദിനി എന്നാണെന്ന് തോന്നുന്നു. എനിക്ക് ചെറിയൊരു ഡൗട്ട്. നന്ദിനി കുട്ടി. അത് വേറെ ജാനകി കുട്ടി എവിടെ വന്ന്? അപ്പൊ പിന്നെ താനും രേവതി. ക്രൂ പറഞ്ഞ ഞാൻ പറയാം. എനിക്കൊന്നും പോകാൻ പറ. ആ അതാ പ്രശ്നം. കാണിക്കും. ബ്രോ എന്തിനാ ചുമ്മാ ഇരിക്കണേ? വല്ലതും പറ. അപ്പൊ എനിക്ക് രേവതി തന്നെയാന്ന് തോന്നുന്നുണ്ട്. നന്ദിനി. അന്റെ നീ അത് പകയ്ക്ക് കയറിയത്തെ. ഡൗട്ടല്ലേ നന്ദിനി. ആളുടെ പേര് പറഞ്ഞ രേവതി. എന്നിട്ട് പിടിച്ചൊക്കെ എന്തൊരു കോൺഫിഡൻസ് ആണ്. നെക്സ്റ്റ് വൺ പ്ലീസ്. വേണു. ഞാൻ പറഞ്ഞ ബാലൻ. ഞാനോടത്ത് ഇയാൾ പറയുമായിരിക്കും. ഇയാൾ തന്നെ വേണു പറഞ്ഞ. ടെൻഷനായി. ആ ബാലൻ അടി ബാലൻ തടിമുടി ശീലൻ വടയോരൻ വടയൊരു വേളൻ തടയോരൻ നമ്മുടെ ബാലൻ 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 ബാലൻ. ജയകൃഷ്ണൻ തന്നെ. ക്രൂ നടക്കുന്നില്ല. 18 നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ക്രൂവിന്റെ കളിയൊക്കെ നടക്കും. പക്ഷെ ഇടയ്ക്ക് ഫ്ലോപ്പാ. ഇരവി കുട്ടമ്പിള്ള. മറ്റേ ആളോ? പവിത്രൻ. സുഗു ഡ്രൈവറിന്റെ പേരാ. ഈ രവി കുട്ടമ്പിള്ള. ആ ശരിയാണ്. ശരിയാ ശരിയാ. പവിത്രൻ. ഒരു മൈനസ് പോട്ടെ. ഞാൻ മൈനസിലേക്ക് കിടന്ന്. ഇനി അങ്ങ് പോരട്ടെ. മേരി. റോസ്മേരി. ഇത് ഏതാ പാട്ടോന്ന് പോലും അറിയാൻ. അത് ഇത് മഹത് ഫാസിന്റെ പടം. ബോംബൊക്കെ ഉള്ള തോന്നുന്നുണ്ട് റോസ്ലി മറ്റേ റോസ്ലി വിളിക്കുന്നുണ്ട്. സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലപടിക്കുന്നവരുടെ തലവലനാണ് ബാലൻ. തലപടിക്കുന്നവരുടെ തലവനം ബാലൻ. എല്ലാം കൊതിപ്പിച്ച് കളയുന്ന സിനിമ നോട്ട് ചെയ്തിട്ടില്ല. പേരെന്താ? നെക്സ്റ്റ് 1 2 ചെമ്പൻ. 3. അയ്യോ ദിഗംബരൻ. എന്തിനാ ചെമ്പൻ? അവൻ പറയുന്ന ഡയലോഗ് അതാണ്. ചെമ്പ. നീ എന്താ കളയാക്കിയല്ലോ തിരിച്ചു കിട്ടിയതാണ്ട. ഓക്കെ നെക്സ്റ്റ് 1 2 3. ജോൺ താക്കോൽക്കാരൻ. ജോയ് താക്കോൽക്കാരൻ. ജോയേട്ടൻ. ജോയ് താക്കോൽക്കാരൻ. ജോയേട്ടൻ എന്തിരി ജോയേട്ടാ ഡിഗ്രി നീ പറയണേ. നെക്സ്റ്റ് ദശമൂലം താമു പറയി കൃഷ്ണമൂർത്തി. രാധിക പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 1 2 3. അല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു രാധിക. ഞാനല്ല പൊന്തിച്ച് 3 കഴിഞ്ഞോ. രാധികേ അശ്ശടാ പാവണ്ടാ അങ്ങ് പട്ടിക്കുഴിയിലോട്ട് പോണത്. ഞാനങ്ങ് ഞാനിപ്പോ അങ്ങ് ഇറക്കും. 5-6 പോയിന്റ്. ഞാൻ പറഞ്ഞ 2 ഉത്തരം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ തെറ്റു പറയും. നെക്സ്റ്റ് 1 സലോമി. ശ്രുതി. സെലീൻ മറ്റേ പ്രേമത്തിനകത്തുള്ള ആണോ? പിന്നെ വേറെ ഏതെങ്കിലും പറഞ്ഞോ? എനിക്ക് തോന്നുന്നു ടീനയാണെന്ന്. എന്നാ ടീന പറ. അയ്യോ ഇത് വേറെ സിനിമ അയ്യോടാ എന്തിനാ അഭിനയടേ നിർത്ത്. ടീന. രണ്ടെണ്ണത്തിൽ ഞാൻ തിരിച്ചു കിട്ടി. നെക്സ്റ്റ് തോമസ് കുട്ടി. ഞാൻ വേണോടത്ത് ചിത്രം പറയട്ടെ. എനിക്ക് ഇയാളെ തോപ്പിക്കണം. കൊച്ചു ത്രേസ്യ. ഓ നെഗറ്റീവിൽ തന്നെ താമസയോട്. ഇപ്പൊ വരും ബ്രോ. ഒരു 1.5 വരെ വരാൻ പോവാ ബ്രോ. ജയിക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. സണ്ണി. പന്നി. മറ്റേ ഊട്ടൂറുമിസ്. ഊട്ടൂറുമിസ് ഞാൻ പറഞ്ഞു. കേട്ടിട്ട് 3 സ്തംഭന്നല്ല പറഞ്ഞേ. ബ്രോ ഇപ്പൊ എണ്ണില്ല 1 2 3. ഞാൻ എണ്ണില്ലല്ലോ. 1 2 3 അല്ല 1 2 3 ഇതുപോലെ അങ്ങനെയാണെങ്കിൽ മറ്റേ കിട്ടിയാണ്. കഴിഞ്ഞ
അതൊരു വല്ലാത്തൊരു വിജയമായി പോയിട്ടോ. -1 3 10 ഞാൻ എവിടെ കിടക്കണേ നോക്കി. അത് വലിയ ഇതൊന്നുമില്ല. 7 പോയിന്റ് ഡിഫറൻസ്. 7 പോയിന്റ് ഡിഫറൻസ് ആണ് ബ്രോ. ഞാൻ ബ്രോന്റെ കൂടെ 1-2 തോക്കാറ്. 25 പോയിന്റ് ഡിഫറൻസ് ആരുടെ കൂടെ ഉണ്ടാവില്ല. ബ്രോ തോറ്റ്. ബ്രോനെ തോപ്പിക്കുന്ന ഒരു ദിവസം വരെ. ഇത് നേരത്തെ കണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ഡോക്ടർ സ്ട്രേഞ്ച്. അതെ ആണോ? എന്നൊരു കടി കൊണ്ട് ജയിച്ച എന്താ ഇവനെ ഷൂനാക്കി കളന്നതാ. എങ്ങനെയാ ബ്രോ ഇതെങ്ങനെ ജയിക്കുന്നേ? ശുദ്ധ കഴിവ്. അതന്നെ ശുദ്ധ കഴിവ്, ശുദ്ധമായ കഴിവ്. ഓ സൂപ്പർ ഗൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു ചലഞ്ച് ജയിച്ചിരിക്കുന്നത് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് 0, എഡ്വിൻ PCBക്ക് 3 ആൻഡ് ജക്ടർ മൈമിക്ക് 10. ഓ നൈസ് നൈസ്. എന്താ കൈ ഇങ്ങനെ സൂപ്പർ നൈസ് പ്ലേ, വെൽ പ്ലേ. സൂപ്പർ കേട്ടോ. ഇനി മുന്നേറണം. മുന്നേറി വലിയ നിലയിലെത്തണം. അനുഗ്രഹിക്കണം. കാലി പിടിച്ചു. അനുഗ്രഹം വേണ്ടേ? പട്ടികള് അത് പിടിക്കാൻ പാടില്ല. അനുഗ്രഹം മേടിക്കാവോ? കഴുതക്കാല് പിടിക്കാന്നുണ്ട്. കഴുതക്കാല് പിടിക്കണം. ബ്രോയുടെ കാലം എന്നെ പിടിച്ചോ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. ടാറ്റാ.